SSLC എക്സാമിൽ 4 മാർക്കിന് ഉറപ്പായും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇവൻറ്റ് ഇൻവിറ്റേഷൻ. കുറേ കുട്ടികൾക്ക് ഇവൻറ്റ് ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിഗ്ഗസ്റ്റ് ഫിയർ ആണ്. പക്ഷേ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്തൊരു 5 മിനിറ്റ്സ് എങ്ങനെയാണോ ഒരു ഇവൻറ്റ് ഇൻവിറ്റേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യം അതിൻ്റെ ബേസിക്സ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ആ ഒരു ഇൻവിറ്റേഷൻ്റെ ഫൗണ്ടേഷൻ, അതായത് അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എഴുതേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം, ആരാണ് ഇതിൻ്റെ ഓർഗനൈസ് ചെയ്യുന്ന, ഈവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്ന ആൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ABC പബ്ലിക് സ്കൂൾ. പിന്നെ ഈവൻറ്റ് നെയിം, വാട്ട് ഈസ് ദ ഇവൻറ്റ് യു ആർ സെലിബ്രേറ്റിംഗ്, എന്താണ് ഇൻ്റർനാഷണൽ ഡേ ആണോ, അത് ആ ഒരു ഇവൻറ്റിൻ്റെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഇവൻറ്റിൻ്റെ പേര്. അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സല്യൂട്ടേഷൻ. അത് നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത്, അവർക്കാണോ ഈ ഇൻവിറ്റേഷൻ അയക്കുന്നത്, അത് എഴുതണം. അപ്പോൾ നമ്മൾ ശ്രീകാന്ത് ബൊല്ല എന്നുള്ള ആൾക്കാണെങ്കിൽ റെസ്പെക്റ്റഡ് മിസ്റ്റർ ശ്രീകാന്ത് ബൊല്ല. പിന്നെയാണ് ഈ ഒരു ഇൻവിറ്റേഷൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ മെയിൻ കണ്ടൻറ്റ് വരുന്നത്. അതിൽ വരുന്നത് വി ഡിലൈറ്റഡ് ടു ഇൻഫോം യു ദാറ്റ് എന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വാട്ട്, വെൻ, വെയർ, വൈ, ഹൂ. വാട്ട് ഈസ് ദ ഇവൻറ്റ്, വെൻ ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഡേറ്റ് ആൻഡ് ടൈം ആണ് ഉദ്ദേശിക്കുന്നത്. വെയർ, വെന്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഹൂ ഈസ് ഹോസ്റ്റിംഗ് ദിസ്. അപ്പോൾ വാട്ട് നോക്കുകയാണെങ്കിൽ അവർ സ്കൂൾ ഈസ് സെലിബ്രേറ്റിംഗ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് വെൻ ഓൺ 3rd December at 10 AM. വെന്യൂ, വെയർ എന്നുള്ള ആൻസറാണ് ഇൻ ദ ABC പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയം. പിന്നെ വൈ എന്നുള്ളതിൻ്റെ ആൻസറാണ് എന്താണ് ഗോൾ ഓഫ് ദി പ്രോഗ്രാം, ടു സ്പ്രെഡ് അവയർനെസ് ആൻഡ് പ്രൊമോട്ട് ഇൻക്ലൂസിവിറ്റി. പിന്നെ വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഗസ്റ്റ്, യുവർ ലൈഫ് സ്റ്റോറി വിൽ ഇൻസ്പയർ അവർ സ്റ്റുഡൻസ് എന്നാണ് അവിടെ കൊടുക്കുന്നത്. നമ്മളൊരു എക്സാമ്പിൾ നോക്കാം, ഇതെങ്ങനെയാണ് ഇവൻറ്റ് ചെയ്യുന്നതെന്ന്. ഇത് സെറ്റ് എയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് സപ്പോർട്ട് ഓഫ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം യു ഹാവ് ഡെവലപ്ഡ് ആൻ ഇന്നോവേറ്റീവ് ഡിവൈസ് നെയിംഡ് എക്കോ ക്ലീൻ എക്സ്ട്രാക്ടർ ടു റിമൂവ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഫ്രം ദ എൻവയോൺമെൻറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അബൌട്ട് ദ പ്രോഗ്രാം ആണെങ്കിൽ 1 മാർക്ക്. യൂസസ് പ്രോപ്പർ സല്യൂട്ടേഷൻ, മെൻഷൻ ദ ഡേറ്റ്, ടൈം, വെന്യൂ ഓഫ് ദ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ 1 മാർക്ക്. അപ്രോപ്രിയേറ്റ് ലേ ഔട്ട് ആൻഡ് ഫോർമാറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ 1 മാർക്ക്. ക്ലിയർ ആൻഡ് ബ്രീഫ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 മാർക്ക്. അങ്ങനെ 4 മാർക്കായിട്ടാണ് ഇതിൻ്റെ 4 മാർക്കാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുക. അപ്പോൾ അതിലിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ടൈറ്റിൽ എഴുതണം, സല്യൂട്ടേഷൻ, ഇൻഫർമേഷൻ, ഇൻവിറ്റേഷൻ ആൻഡ് ഒഫീഷ്യൽ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് നോക്കാം. XYZ ഇന്നോവേഷൻ ക്ലബ്ബ്, ആ ക്ലബിൻ്റെ പേരാണ്. അപ്പോൾ അതൊരു നമുക്ക് ABC സ്കൂളാണെങ്കിൽ ABC സ്കൂൾ എന്ന് എഴുതാം. എന്നിട്ട് ഇതിൻ്റെ ടൈറ്റിൽ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, ആ ഒരു പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ. ദ പ്രോഗ്രാം വിൽ ബി ഗ്രേസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ശ്രീകാന്ത് ബൊല്ല, റിനൗണ്ട് എൻ്റർപ്രണർ, മോട്ടിവേഷൻ സ്പീക്കർ ആസ് സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പോൾ ആ സ്പെഷ്യൽ ഗസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഡേറ്റ്, ടൈം, വെന്യൂ ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതാണ് ഫൈനൽ ഇൻവൈറ്റേഷൻ. വി കോർഡിയലി ഇൻവൈറ്റ് ദ ടീച്ചേഴ്സ് ആൻഡ് students of your streamed or institution to attend the ceremony and encourage young innovators working towards environmental protection. പിന്നെ വരുന്നത് പ്ലേസ്, ഡേറ്റ്, പിന്നെ സിഗ്നേച്ചർ.